കളർകോട് വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ മാട്ടൂൽ സ്വദേശി മുഹമ്മദ് ജബ്ബാറിന്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും. ജബ്ബാറിന്റെ മരണം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും താങ്ങാനായിട്ടില്ല, വിശ്വസിക്കാൻ പോലും ആയിട്ടില്ല. 2 ദിവസം മുൻപാണ് ജബ്ബാർ നാട്ടിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയത്. മൃതദേഹം ഇന്ന് തന്നെ ഖബറടക്കും. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ജബ്ബാറിനൊരു ഇരട്ട സഹോദരനുണ്ട്. ആ ജബ്ബാറിൻ്റെ ഇരട്ട സഹോദരനെയും വാപ്പയും ഇന്ന് കാണുമ്പോൾ നമ്മൾ വല്ലാതെ ഉള്ളുലഞ്ഞു പോയിരുന്നു. ആ നിമിഷങ്ങളിൽ പഠിക്കാൻ മിടുക്കനായ ജബ്ബാർ ഒരുപാട് പ്രതീക്ഷകളുമായാണ് ആലപ്പുഴയ്ക്ക് വണ്ടി കയറിയത്. തിരിച്ചിറങ്ങുന്നത് ചേതനയേറ്റ ശരീരമായി. ഒരു നാട് മുഴുവൻ ഞെട്ടലൂടെയാണ് ആ വിയോഗ വാർത്ത കേട്ടിട്ടുണ്ടാവുക, അല്ലേ അർജുൻ? തീർച്ചയായിട്ടും വരുന്നു. അതായത് 2 ദിവസം മുമ്പ് മാട്ടൂലിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു തിരിച്ചുവരവ് മുഹമ്മദ് ജബ്ബാറിനുണ്ടാവുമെന്ന് ഈ കുടുംബം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. നാടും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം തന്നെ വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വിയോഗ വാർത്ത അറിഞ്ഞത്. ഇന്നലെ രാത്രി ജബ്ബാറിൻ്റെ ഉമ്മയാണ് ഈ വാർത്ത ആദ്യം അറിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചു. ആ ഉമ്മ ഇപ്പോഴും ഒരു പൂർവാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് പലരും നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. വലിയ പ്രയാസമാണ് ഈ നാട്ടിൽ എല്ലാവർക്കും ഉള്ളത്. നാട്ടിലെ എല്ലാവരോടും വളരെ സൗമ്യനായി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് കഴിഞ്ഞ ദിവസം പോലും നാട്ടിലുള്ള ഈ യുവജനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യത്തിന് നാട്ടിലുള്ള പൊതുപ്രവർത്തകർ ഇവരെ ബന്ധപ്പെട്ടിരുന്നു. നല്ല ചെസ്സ് കളിക്കാരനായിരുന്നു മുഹമ്മദ് ജബ്ബാർ. അങ്ങനെ യുവജനോത്സവത്തിൻ്റെ ചെസ്സ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ നീ ഉണ്ടാവുമെന്നുള്ള ചോദ്യം നാട്ടുകാരിൽ പലരും ചോദിച്ചിരുന്നു. ഈ സുഹൃത്തുക്കൾ പലരും അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആലപ്പുഴയിലാണ് ഉള്ളത്, കഴിഞ്ഞ ദിവസമാണ് ഇവിടത്തേക്ക് എത്തിയത്, ഇനിയിപ്പോൾ ഈ ഒരു മത്സരത്തിനു വേണ്ടി മാത്രം തിരിച്ച് നാട്ടിലേക്ക് എത്തുക ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ഈ കൂട്ടുകാരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അത്ര പോലും ഈ നാടിനോട് അല്ലെങ്കിൽ നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ മുഹമ്മദ് ജബ്ബാർ. മുഹമ്മദ് ജബ്ബാറിൻ്റെ ഉപ്പ അബ്ദുൾ ജബ്ബാർ വിദേശത്താണ്. അവരുൾപ്പെടെ എറണാകുളത്തേക്ക് നേരത്തെ എത്തിയിരുന്നു. അവരുൾപ്പെടെ മൃതദേഹത്തോടൊപ്പം തന്നെ കണ്ണൂരിലേക്ക് എത്തുകയാണ്. 8:30 കണ്ണൂരിലെ മാട്ടൂലിലുള്ള വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. 9 മണിയോടുകൂടി തന്നെ സമീപത്തുള്ള ദേവാംബർ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിൽ ഈ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കരൾ പൊട്ടി തന്നെയാണ് ഓരോ കുടുംബവും ഈ ഒരു വിയോഗ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആ ഒരു സങ്കടക്കടലിൽ നിന്ന് അവരാരും തന്നെ മോചിതരായിട്ടില്ല. വലിയ പ്രയാസത്തോടു കൂടിയാണ് കണ്ണൂരിലെയും മാട്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാം തന്നെ നാട്ടുകാർ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം. ജബ്ബാറിന്റെ മൃതശരീരം ഒന്ന് നോക്കി കണ്ട് തിരിച്ചറിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അച്ഛൻ അബ്ദുൾ ജബ്ബാർ മോർച്ചറിയിൽ പോയി മടങ്ങുന്നൊരു ദൃശ്യമുണ്ടായിരുന്നു. നമ്മളെ വല്ലാതെ ഉലച്ചു കളഞ്ഞൊരു ദൃശ്യമാണ്. ഈ ജബ്ബാറിൻ്റെ അതേ രൂപസാദൃശ്യമാണ് ഇരട്ട സഹോദരനും. അവർ ഐഡൻറ്റിക്കൽ ട്വിൻസുമായിരുന്നു. ഇന്നിപ്പോൾ തങ്ങളുടെ ഒരു പാതി ജനിച്ച നാൾ മുതൽ ഒരുമിച്ചുണ്ടായിരുന്ന തൻ്റെ സഹോദരൻ ഇനി ഒപ്പമില്ല എന്നുള്ളത് ആ സഹോദരനെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാവും. തീർച്ചയായും അത് കുടുംബത്തിൻ്റെ മാത്രമല്ല ഒരു നാടിൻ്റെ വേദനയായി മാറുകയാണ് ജബ്ബാർ.